ബോറടിച്ചെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് കുറേ ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്തുകൂടെ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പഴയ ബുക്സ് ഉണ്ട്, കുറേ പഴയ ബുക്സ് ഉണ്ട് സ്കൂളിലെ. സ്കൂൾ ബുക്സ് എല്ലാം നോക്കിയിട്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇതൊക്കെ നോക്കാം. ഇതെനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് സ്റ്റില്ല്. ഇതെൻ്റെ പ്ലാനറ്റ്സ് മാത്സ്. ഇത് ഞാൻ സീനിയർ ഇൻഫൻസിൽ അതേപോലെ 2 years ago. നമുക്ക് നോക്കാം. ഓ അത്ര ഈസി അല്ല, മറന്നുപോയി ഞാൻ. കുറേ ഉണ്ട് ഗൈസ്, ഇത് ഫുള്ളും കാണാനായിട്ട് സമയമില്ല. ഇതാണ് ഇതുണ്ട എൻ്റെ, ഇതായിരുന്നു എൻ്റെ ഹാൻഡ് റൈറ്റിങ്. അടുത്ത ബുക്കിലോട്ട് പോവാം. ഗ്രോ ഇൻ ലവ്. ഓ ഇതും സീനിയർ ഇൻഫൻസിൻ്റെ ഗൈസ്. ഇത് കണ്ടോ, ബാക്കിലൊന്നുമില്ല ഗൈസ്, ജസ്റ്റ് പ്ലെയിൻ ആണ്. യു ആർ വിത്ത് മീ. ഇതേതാ, ഞങ്ങൾക്ക് പണ്ട് ഹോംവർക്ക്, ഇതിൻ്റെ ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. നോക്ക് കണ്ടോ, ഞാൻ കണ്ട് ഡ്രോ ചെയ്ത് അടുത്ത ബുക്കിലോട്ട്. അങ്ങനെ ടൈം അപ്പാവാറായിട്ട്. ഇതേതാ, ഇതും ഇത് തന്നെയാണ്, പക്ഷെ ജൂനിയർ ഇൻഫൻസിലാണ്. അപ്പം നമുക്ക് നോക്കാം. ഗൈസ് ഇത് ജസ്റ്റ് ബഞ്ച് ഓഫ് സ്റ്റഫ്സ് ഒക്കെയാണ് ഗൈസ്, വലിയതായിട്ടൊന്നുമില്ല. അതുകൊണ്ടോ വലിയതായിട്ടൊന്നുമില്ല ഗൈസ്. ഇത്തിരി ഞാൻ ഇതാണ് സ്കേർഡാണ്. എഡ്കോ ഹാൻഡ് റൈറ്റിംഗ് പ്രീകേഴ്സീവ് ബി പ്രാക്ടീസ് ടുഡേ. ഞാൻ ഏത് ക്ലാസ്സിലായിരുന്നു ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ്സിലാണെന്നാണ്. ഞാൻ 1 year ഇത് ചെയ്തതാണ്. പിന്നെ 1 year ജൂനിയർ ഇൻഫൻസ്, കാരണം ഈ റൈറ്റിംഗ് ഒക്കെ ജൂനിയർ ഇൻഫൻസിൻ്റെ റൈറ്റിങ്സ് പോലെ ഉണ്ട്. അപ്പം എൻ്റെ ആയിരിക്കും. ഇതേതാ, ഓ ഇതേതാ, മറന്നു എന്ന് തോന്നുന്നു. ജൂനിയർ ഇൻഫൻസാണ്, ഞാൻ മറന്നുപോയി ഗൈസ്. ഇത് മറന്നുപോയി. അപ്പം ബൈ ഗൈസ്. അപ്പം ഞാൻ വേറൊരു പാർട്ടും കൂടെ ഇടുന്നുണ്ട്. ഇത് പാർട്ട് 1 ആണ്. ഞാൻ പാർട്ട് 2 ഇന്ന് ഞാൻ ഇടാൻ കാരണം ഇതിൻ്റെ ടൈം അപ്പാവാറായി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാർട്ട് 2 ഇടാൻ പോവാണ് കേട്ടോ. ബൈ.